welcome back to our channel. ഇന്നിവിടെ ഞാൻ വന്നിട്ടുള്ളത് കൊറിയൻ ലഞ്ച് ബോക്സ് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടിപ്പുറമുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് മൈദയാണ്, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, പിന്നെ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് 2-3 പ്രാവശ്യമായി അരച്ചെടുക്കുന്നുണ്ട്. ഈ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഞാൻ 1/4 ടീസ്പൂൺ കൊക്കോ പൗഡറിലാണ് ഇതിലെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 2 പ്രാവശ്യമായി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ എടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമായി അരച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇങ്ങനെ അരച്ചെടുത്താൽ കേക്ക് നല്ല സോഫ്റ്റ് ആവും. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായി ഒരു മുട്ട എടുക്കാം. ഇനി 1/4 ടീസ്പൂൺ വനില എസൻസ് കൂടി ആഡ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായി പതഞ്ഞു വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം, ഓവർ ബീറ്റ് ചെയ്യരുത്. ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം. പതുക്കെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം, മിൽക്ക് ചേർത്ത് കൊടുക്കാം. ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഞാൻ ബേക്കിംഗ് ട്രേയിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാറ്റർ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ 2ആയി മുറിച്ചെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും ഷുഗറും ആഡ് ചെയ്ത വെള്ളം കുറച്ച് കേക്കിലേക്ക് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിന് ഏതെങ്കിലും കേക്ക് കട്ടർ വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപയോഗിച്ചാണ് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. കേക്ക് ബോർഡിൽ നിന്നും വീണ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് കേക്കിനെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മുടെ കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിപ്പുറമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.